ഹലോ യൂട്യൂബ്. അപ്പോൾ നമ്മളിന്നൊരു അതിഭീകരമായ കാട്ടിലാണ്. കാട്ടിലല്ല, ചെറിയൊരു വഴിയാണ്. ദേ ഒരു കുഞ്ഞിക്കിളി. അപ്പോൾ നമ്മളെടുത്തു നിന്നുള്ളത് TVS അപ്പാച്ചിയുടെ RR 310 എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഒരു അതിഭീകരമായ സ്പോർട്സ് ബൈക്ക് ലുക്കുള്ളൊരു വണ്ടിയാണ്. ഏതൊരു ആംഗിളിൽ നിന്നും എല്ലാ രീതിയിൽ നോക്കിയാലും ഇതൊരു പ്രോപ്പർ റേസ് ബൈക്കിൻ്റെ ലുക്കാണ്. അത് ഇരിക്കുമ്പോഴും അത് ഓടിക്കുമ്പോഴും അതിൻ്റെ ആ ഒരു ഗ്രണ്ട് സൗണ്ടും. നമ്മൾ വണ്ടീൻ്റെ സ്പെക്സിലേക്ക് ഇറക്കാം. ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുന്നുള്ളൂ. കാരണം സ്പെക്സൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. TVS ഇതൊക്കെ പോപ്പപ്പ് ചെയ്തേക്കുന്ന സംഭവം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിതിലേക്ക് ഇറക്കാം. അപ്പോൾ വണ്ടീൻ്റെ എൻജിൻ സ്പെക്ക് എന്ന് വെച്ചാൽ 312.2 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് റിവേഴ്സ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള എൻജിനാണ്. നമുക്ക് ഈ റിവേഴ്സ് ഇൻക്ലൈൻഡ് എൻജിൻ എന്താണെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോ, ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് കിടക്കാം. പിന്നെ 33.5 bhp at 9700 rpm. ടോർക്ക് വരുന്നത് 27.3 at 7700 rpm. അതായത് ട്രാക്ക് മോഡും സ്പോർട്സ് മോഡും ആ ടോപ്പ് 2 മോഡ്സിലാണ് ഈ പറഞ്ഞ പവറും ടോർക്കും കിട്ടുക. ബട്ട് ഏർബൻ മോഡിലും റെയിൻ മോഡിലും 25 bhp പവറും 25 bhp ടോർക്കുമാണ് വരുന്നത്. പിന്നെ വണ്ടിക്ക് സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. കമ്പനി പറയുന്ന വണ്ടിയുടെ മൈലേജ് എന്ന് പറയുമ്പം 31 km/L ആണ് വരുന്നത്. ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 11 liters ആണ്. അതിൽ 2.2 liters റിസർവ് ആണ് വരുന്നത്. പിന്നെ 6-speed ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. 174 kg ആണ് വെയിറ്റ് വരുന്നത്. ബട്ട് ഹൈറ്റ് സ്റ്റാൻഡിൽ നിന്ന് പൊക്കുമ്പം ചെറുതായിട്ട് നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യും, പക്ഷേ ഓടിക്കുന്ന സമയത്ത് ആ പ്രശ്നമൊന്നുമില്ല. സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞത് 810 mm ആണ്. നമ്മൾ ഇരിക്കുമ്പം ഒരു കുഴിയിലൊക്കെ ഇരുന്ന് ഓടിക്കുന്ന ഒരു ഫീലാണ്. ഇത് കുറച്ച് വലിയൊരു ടാങ്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. ടൈറ്റായിട്ട് പിടിച്ച് നമുക്ക് ഓടിക്കാൻ പറ്റുന്നൊരു ഫീൽ, ലൈക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് ഓടിക്കുമ്പോൾ. കാലെത്താത്ത പ്രശ്നമൊന്നുമില്ല, കാലൊക്കെ ഡീസൻ്റ് ആയിട്ട് എത്തും. സ്പോർട്സ് ബൈക്ക് അല്ലേ, കമോൺ. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 180 mm ആണ്. അടി വരാനുള്ള സാധ്യത ഒരുപാടുണ്ട്. നോക്കി കണ്ടു ഓടിച്ചില്ലെങ്കിൽ അടിയത്തെ ഈ ഭാഗം അങ്ങ് പോവും. പിന്നെ ബ്രേക്സ് വരുന്നത് ഡുവൽ ABS ആണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിലെ ബ്രേക്സ് വരുന്നത് 300 mm, ബാക്കിൽ വരുന്നത് 240 mm ആണ്. പിന്നെ 2 ടയേഴ്സും 17 inch ആണ്. ഫ്രണ്ടിൽ വരുന്നത് 110/70, ഇത് 150/60. രണ്ടും മിഷലിൻ്റെ റോഡ് ടയേഴ്സാണ് വരുന്നത്. ആവശ്യത്തിന് ഗ്രിപ്പൊക്കെ ഉണ്ട്. കോർണർ ചെയ്യുമ്പോൾ പ്രശ്നമൊന്നും വരുന്നില്ല. പിന്നെ ഓബിയസ്ലി രണ്ടും ട്യൂബ്ലെസ് ആണ് വരുന്നത്. ഡിസ്പ്ലേയിലേക്ക് പിന്നെ നമുക്ക് കിടക്കാം. ഓൾ LED ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. ഒരു പ്രൊജക്റ്റ് ഹെഡ്ലാമ്പ് ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ DRL വരുന്നത്. കുറച്ച് ഞാൻ ലാസ്റ്റിൽ ഓണാക്കി കാണിച്ചു തരാം. ഇത് LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് ഇതേ ഇവിടെ. പിന്നെ ഒരു അടിപൊളി ടെയിൽ ലൈറ്റ് വരുന്നുണ്ട്, ഓൾസോ LED. അല്ല, പട്ടിക്ക് കുരയ്ക്കുന്നുണ്ടല്ലോ കുറച്ചോനെ. പിന്നെ വണ്ടിക്ക് 2 ടൈപ്സ് ഓഫ് ആഡ് ഓൺസ് വരുന്നുണ്ട്. അതായത് ഡൈനാമിക് കിറ്റും റേസ് കിറ്റും എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ്. ഡൈനാമിക് കിറ്റിൽ എന്തൊക്കെയാണ് വരുന്നത് വെച്ചാൽ ഫുള്ളി അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് ഫോർക്ക് വരുന്നുണ്ട്. പിന്നെ മോണോഷോക്കും. പിന്നെ എന്താ പറയുക, ബ്രാസ് കോട്ടഡ് ചെയിനുമാണ് വരുന്നത് ഡൈനാമിക് കിറ്റിൽ കേട്ടോ. റേസ് കിറ്റിൽ എന്ന് പറയുമ്പം ക്ലിപ്പ് ഓൺ കുറച്ച് താന്നിട്ടും ഒരിച്ചിരി ഉള്ളോട്ടേക്ക് ആയിട്ടുമാണ് വരുന്നത്. പിന്നെ ഫൂട്ട് റെസ്റ്റ് കുറച്ചും കൂടെ മേലോട്ടേക്ക്, അതായത് കുറച്ചും കൂടെ സ്പോർട്ടി ആയിട്ടാണ് കിടക്കുക. കളർ ഓപ്ഷൻസ് 2 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് റേസിംഗ് റെഡും പിന്നെ ടൈറ്റാനിയം എന്ന് കണ്ടു. വണ്ടിയുടെ ത്രോട്ടിൽ വരുന്നത് റൈഡ് ബൈ വയർ ത്രോട്ടിലാണ്. റൈഡ് ബൈ വയർ ത്രോട്ടിൽ എന്താണെന്ന് അറിയില്ലെങ്കിൽ ഞാനതൊരു വേറെ ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്യാന്ന് പറഞ്ഞാൽ റൈഡ് ബൈ വയർ ത്രോട്ടിലും പിന്നെ ഇൻക്ലൈൻ എഞ്ചിനും, അത് രണ്ടും ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സീറ്റ്സിൻ്റെ കംഫർട്ട് ഞാൻ പറഞ്ഞത്. സീറ്റ്സിൻ്റെ കംഫർട്ട് കുറച്ചൊരു സ്റ്റിഫാണ്. ബാക്കിലാക്ക് ചെറിയ നിതംബങ്ങളൊക്കെ ഉള്ളവർക്ക് ഇരിക്കാം. അത്രയും വളരെ ചെറിയൊരു സീറ്റാണ്. പിന്നെ സ്പോർട്സ് ബൈക്കാണല്ലോ, ടൂറിംഗ് ബൈക്ക് എന്നൊരു കാറ്റഗറി അല്ല. പിന്നെ ഏതൊക്കെ ഫേക്ക് വെൻസ് ആണ് കേട്ടോ. ഇതാണ് ഗ്രാബ് റെയിൽ വരുന്നത്. ഒരു അടിപൊളി വെറൈറ്റി ലുക്കിംഗ് ഗ്രാബ് റെയിലാണ്. നല്ലൊരു, അത് മതി, എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ. ഒരു വലിയ മാസീവ് ടയർ ഹഗ്ഗർ വരുന്നുണ്ട്. അതുള്ളതിൻ്റെ ഗുണം ബാക്കത്തെ വണ്ടി ഓടിക്കുന്ന ആൾക്ക് മാത്രമേ അറിയൂ. സോ ഇതിൽ വരുന്നത് ഒരു കളർ TFT ഡിസ്പ്ലേ ആണ്. നമ്മളെ റെവ് ലിമിറ്റർ ഉണ്ട്, ഫ്യൂവൽ ഇൻഡിക്കേഷൻ ഉണ്ട്, ABS ഉണ്ട്. ABS സ്വിച്ചബിൾ അല്ല, ഓൾവേസ് ഓൺ ആണ്. പിന്നെ ബാറ്ററി ഇൻഡിക്കേഷൻ, എൻജിൻ ഇൻഡിക്കേഷൻ, അതൊക്കെ തന്നെ. പിന്നെ ഇത് ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്. ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്. ഇതാ നമ്മളെ DRL അടിപൊളി, നല്ല ആവശ്യത്തിന് ബ്രൈറ്റ് ഉണ്ട്. ഇത് രാവിലെ തന്നെ അത്ര ബ്രൈറ്റ് ഉണ്ടെങ്കിൽ പിന്നെ രാത്രി ഏതാ. ഓക്കെ, ഇത് ഹൈ ബീം, പാസ്, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ. നമ്മൾ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് റൈഡ് മോഡ്സ്, ട്രിപ്പ് ഡീറ്റെയിൽസ്, വെഹിക്കിൾ പ്രിഫറൻസ്, മൈ വെഹിക്കിൾ പ്രിഫറൻസ്, അങ്ങനെ 4 സംഭവമുണ്ട്. റൈഡ് മോഡ്സിൻ്റെ അകത്ത് തന്നെ 4 റൈഡ്സ് വരുന്നുണ്ട്.
ഏർബൻ, റെയിന്, സ്പോർട്ട്, ട്രാക്ക്. സ്പോർട്ടും ട്രാക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 33 bhp ലൈക്ക് ഫുൾ പവർ അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി രണ്ടിലാണ് 25 bhp ആൻഡ് ടോക്ക് വരുന്നത്. അപ്പോൾ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടൊന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. ഒരു മാരകമായ റേസ് ബൈക്കിൻ്റെ എക്സോസ്റ്റാണ് വണ്ടിയിൽ കേൾക്കാവുന്നത്. നമുക്ക് മെല്ലെ ഇവിടുന്ന് പോകാം. ഇത്രയും ആക്സിൽ കൂട്ടി സ്ഥിതിക്ക് ആരെങ്കിലുമൊക്കെ വന്ന് തല്ലാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോയിട്ട് ഒരു കാലി റോഡിലേക്ക് കിടക്കാം. എന്നിട്ട് അവിടുന്ന് നമുക്ക് ഓരോ മോഡ്സും ട്രൈ ചെയ്യാം. ഓക്കെ. അയ്യോ, ഒരു ഉറുമ്പ്. ഇതാണ് വണ്ടിയുടെ റൈഡേഴ്സ് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഇരിക്കും. അപ്പം നമ്മൾ അപ്രൈറ്റ് പൊസിഷൻ ഇങ്ങനെ ആയിരിക്കും. നമ്മൾ ആക്ച്വലി ഇത്രയും ലീനായിട്ട് തന്നെ ഇരിക്കുന്നത്. അതായത് പക്ക ഒരു സ്പോർട്ടി പൊസിഷൻ. അപ്പോൾ എനിവേ നമുക്ക് നമ്മളെ മോഡ്സിൻ്റെയും റൈഡ് റിവ്യൂൻ്റെ ഇതിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ഏർബൻ മോഡിലാണുള്ളത്. അപ്പം ഇതിൻ്റെ പവർ എന്താണ് അവസ്ഥ നോക്കാം. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഏർബൻ മോഡ് മാത്രം ഓടിച്ച് കമ്പയർ ചെയ്യാൻ മാത്രമായിട്ടില്ല ഞാൻ. പക്ഷേ സ്റ്റിൽ ദ ബൈക്ക് ഹാസ് അടിപൊളി പവർ മാൻ. ബൈക്ക് കുറച്ചൊന്ന് ബാക്കോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൂറ് ചെയ്യാനും ഓക്കെ ആണ് കേട്ടോ വണ്ടി. പ്രശ്നമൊന്നുമില്ല. ഞാനൊരു ഇത്തിരി പുറകിലോട്ട് കയറി ഇരുന്ന് നോക്കി. അപ്പോൾ നല്ലൊരു ഡീസൻറ്റ് സിറ്റിംഗ് പോസ്റ്ററാണ്. സ്പോർട്ടി കംഫർട്ടബിൾ പോസ്റ്ററാണ്. ആദ്യം എനിക്ക് കയ്യിലൊരു ഇച്ചിരി വേദന ഉണ്ടായിരുന്നു ഞാൻ മുന്നോട്ടിരുന്നത്. അപ്പോൾ ഇച്ചിരി ബാക്കോട്ടിരുന്നപ്പം അത്ര വലിയ കുഴപ്പമില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഏതൊരു ഗിയറിന്ന് പുള്ള് ചെയ്താലും വണ്ടി അങ്ങ് കയറി പൊക്കോളും. അതിനൊരു പ്രശ്നവുമില്ല. സോ ഏർബൻ മോഡ് അവിടെ വെക്കട്ടെ. നമുക്ക് അടുത്ത മോഡിടാം. അപ്പോൾ റെയിൻ മോഡ് എടുത്തപ്പോൾ നമ്മൾ ഡിസ്പ്ലേൻ്റെ ആ ഒരു ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. ഫുള്ളൊരു ബ്ലൂയിഷ് ലുക്കായിട്ടുണ്ട്. അപ്പോൾ നോക്കാം. റെയിൻ മോഡിൽ നല്ലൊരു പവർ ഡ്രോപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു പവർ ഡ്രോപ്പ് എന്നല്ല, എന്നാലും ആവശ്യത്തിനുള്ളൊരു പവർ ഡ്രോപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഏർബൻ മോഡിൽ ഞാൻ ഫസ്റ്റ് ഗിയർ ഇട്ടെടുത്തപ്പോൾ ഉള്ള വലിവും റെയിൻ മോഡിൽ ഞാൻ ഫസ്റ്റ് ഗിയർ എടുത്തിട്ട വലിവും ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. രണ്ടും 25 bhp ആണ് പവർ എന്നാണ് പറയുന്നത്. പക്ഷേ എന്തോ എവിടെയോ ഒരു പിടുത്തം ഫീലിംഗ് ഉണ്ട് റെയിൻ മോഡിൽ. ലൈക്ക് കൊടുക്കുമ്പം വളരെ സ്മൂത്തായിട്ടാണ് പുള്ള് ചെയ്ത് പോണത്. ഏർബനിൽ കുറച്ചൊരു പുഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് റെയിൻ മോഡ് എന്ന് പറയുമ്പോൾ. റെയിൻ മോഡ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു സ്ലോ ആണ്. ഏർബൻ മോഡ് കുഴപ്പമില്ലാത്തൊരു സ്പീഡുണ്ട്. ഏർബൻ മോഡ് എന്താ പറയുക, കുറച്ച് നമ്മളൊന്ന് പിടിച്ചു വെക്കും. മോനെ അങ്ങനെ പോകണ്ട, അയ്യൊന്ന് മര്യാദയ്ക്ക് നോക്കി കണ്ടും പോയാൽ മതി എന്നുള്ളൊരു പിടുത്തലാണ്. അപ്പോൾ നമുക്കിനി സ്പോർട്ട് മോഡ് ടെസ്റ്റ് ചെയ്യാം. സ്പോർട്ട് മോഡിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് ഇൻഡിക്കേറ്റേഴ്സ് 1 ന്യൂട്രൽ ഇങ്ങനെയാണ് വരുന്നത്. ഇൻഡിക്കേഷൻ ഇവിടെ ഫ്യൂവൽ വന്ന് ഇവിടെ ടെമ്പറേച്ചറിന് ഇവിടെ കാണിക്കുന്നുണ്ട്. ടെമ്പറേച്ചർ കൂടുന്നുണ്ടല്ലോ കുറച്ചോനെ. സ്പോർട്ട് മോഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മളെ ബാക്കിൽ പൗലോസ് വന്നിരുന്നത്. ഇനി നോക്കാം. സ്പോർട്ട് മോഡിൻ്റെ ഫസ്റ്റ് ഗിയർ നോക്കണമല്ലോ എനിക്ക്. കോർണറിങ് ഒക്കെ അടിപൊളി കേട്ടോ. സ്പോർട്ട് മോഡിൽ ആ ഒരു പുള്ളിങ് ഉണ്ട് കേട്ടോ. റെയിൻ മോഡിൽ ഇതാ ഈ സംഭവമില്ലേ, കാണിച്ചു തരാം. ഓക്കെ, ആ ഒരു കൊടുക്കുമ്പോഴുള്ള ആ ഒരു പുഷ് ഉണ്ടല്ലോ, അത് നമുക്ക് റെയിൻ മോഡിൽ കിട്ടിയിട്ടില്ല. സ്പോർട്ട് മോഡിൽ വളരെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. വണ്ടി ആക്ച്വലി പേടിപ്പിക്കുന്ന പവറൊന്നും ഇല്ല കേട്ടോ വണ്ടിക്ക്. കോർണറിങ് ഒക്കെ വളരെ സ്മൂത്തായിട്ടാണ് കിട്ടുന്നത്.
കോർണറിംഗ് എന്ന് പറയുമ്പോൾ പ്രോപ്പർ കോർണറിംഗ് ഒന്നും അല്ല കേട്ടോ ചെയ്യുന്നത്. ബട്ട് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചരിക്കുന്നുണ്ട്. അധികം ചരിക്കുന്നില്ല, ഷോറൂമിലെ വണ്ടിയാണ്, റിസ്ക് എടുക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ അമ്മോ, ട്രാക്കിൽ വണ്ടി കുതിക്കുകയാണ് കേട്ടോ, വണ്ടി കുതിക്കുകയാണ്. ത്രോട്ടിൽ കൊടുക്കൂ, എനിക്ക് പവർ തരൂ, എനിക്ക് പവർ തരൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. എൻ്റെ അമ്മോ, ട്രാക്ക് ഏർബൻ മോഡ് എനിക്ക് വലിയ പവർ ലോസ് ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ ട്രാക്ക് മോഡും റെയിൻ മോഡും കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ട്. ഏർബൻ മോഡും സ്പോർട്ടും എനിക്കൊന്നും തോന്നിയിട്ടില്ല. രണ്ടും ഏകദേശം ഒരു സാമ്യമുള്ളൊരു പവർ ഫീലാണ് എനിക്ക് വരുന്നത്. ലൈക്ക് ഡ്രൈവിങ്ങിൻ്റെ രീതിയിൽ കേട്ടോ, പേപ്പേഴ്സിൽ അങ്ങനെയല്ല, ബട്ട് ഡ്രൈവിങ്ങിൻ്റെ ലൈക്ക് റൈഡിങ്ങിൻ്റെ ടൈമിൽ എനിക്ക് അങ്ങനെയാണ് വരുന്നത്. നല്ല വൃത്തിയുള്ള ബ്രേക്കാട്ടോ, ലൈക്ക് പിടിക്കുമ്പോൾ തന്നെ നമ്മളെ ഡിപ്പ് ചെയ്ത് കൊല്ലുന്നൊന്നുമില്ല ബ്രേക്ക്. പക്ഷെ നമുക്ക് കൊടുക്കുമ്പോൾ സമയത്ത് നമ്മളെ കാലിൽ പ്രഷർ വരുന്നതിനനുസരിച്ച് അതുപോലെ പക്ക വൃത്തിക്ക് ബ്രേക്ക് കിട്ടുന്നുണ്ട്. നമ്മളെന്താണോ പിടിക്കുന്നത് അതിനനുസരിച്ചിട്ടേ വരുന്നുള്ളൂ, അതിൽ കൂടുതലോ കുറവോ ഒന്നുമില്ല. അപ്പോൾ 5th ഗിയറിൽ നമ്മൾ നോക്കിങ് എവിടെ നിന്ന് ഉണ്ടാകും നോക്കാം. 35 നോക്കിയൊക്കെയല്ലോ. 35 നോക്കിങ് വരുന്നുണ്ട്. ഒരു 38 പോവാം 5th ഗിയറിൽ, കുഴപ്പമൊന്നുമില്ല. സൈഡ് മിറേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എനിക്ക് എന്നെ തന്നെ കാണുന്നുണ്ട് നല്ലപോലെ ബാക്കിലുള്ളവരെക്കാട്ടും. അപ്പോൾ സൈഡ് മിറേഴ്സ് കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ആക്കായിരുന്നു, എന്താണെന്നറിയില്ല. പിന്നെ ഫുള്ളി ഫോൾഡബിൾ ആണ് കേട്ടോ 2 സൈഡ് മിറേഴ്സും. പക്ഷേ ഡിസ്പ്ലേ എനിക്ക് വളരെ ഇഷ്ടമായി, പക്ക എൻ്റെ ഫോണിനെക്കാട്ടും വലുപ്പമുണ്ടാവുന്നൊരു ഡൗട്ട്. TVSകാർ ഇത് എപ്പോഴേലും എനിക്കൊരു റൈഡ് പോകാൻ തരുമോ എന്ന് അറിയില്ല. എനിക്ക് ഒരാഗ്രഹമുണ്ട് ഇതിൽ ഒരു ചെറിയൊരു 45 to 50 കിലോമീറ്റേഴ്സ് മാക്സിമം ഒരു റൈഡ് പോയി വരാൻ. കാരണം വളരെ സുഖമുണ്ട് കേട്ടോ ഓടിക്കാൻ. ഞാൻ വിചാരിച്ചു എൻ്റെ കൈൻ്റെ അവിടെയൊക്കെ പെയിന് വന്ന് സീനാവുന്നൊക്കെ, പക്ഷെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഗിയറിങ്ങും സ്മൂത്താണ്, ഒരു ക്ലങ്കി ഫീലൊന്നുമില്ല. മോഡ്സ് സ്വിച്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ആക്സിൽ ഡിപ്പ് ചെയ്തിട്ട് മേലോട്ടാക്കിയാൽ മതി. അപ്പം ഈ ആരോസ് മേലോട്ടാക്കിയാൽ മതി, അപ്പം മോഡ്സ് സ്വിച്ച് ആവും. അപ്പോൾ ഇപ്പം നമ്മൾ ബാക്ക് ടു ഏർബൻ മോഡിലേക്കാണ്. ഫ്യൂവൽ എക്കോണമി 48 കിലോമീറ്ററൊക്കെയാണ് കാണിക്കുന്നത്, അതും ലോ ഫ്യൂവൽ. ഷോ സസ്പെൻഷൻ പ്രോപ്പർ സ്റ്റിഫൊന്നുമല്ല, ബട്ട് ഒരിച്ചിരി സോഫ്റ്റ് സൈഡിലാണ്. റെയർ സസ്പെൻഷൻ ആണെങ്കിലും സെയിമാണ്, അത്ര പ്രോപ്പർ സ്റ്റിഫൊന്നുമില്ല. നമുക്ക് സ്റ്റിഫ് ആക്കാവുന്നതാണ്, ബട്ട് ഇതാണ് നല്ലത്. ലൈക്ക് ടൂറിങ്ങിനൊക്കെ ഇതാണ് നല്ലത്. അപ്പോൾ എനിവേ ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുക കമൻസിൽ. എല്ലാവരും എപ്പോഴും ശരിയാവണമെന്നില്ലല്ലോ. സോ സബ്സ്ക്രൈബ്, വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക, വേണമെങ്കിൽ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് മറക്കണ്ട മക്കളെ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഗുഡ് ബൈ. ബൈ ദ വേ, എനിക്ക് വണ്ടി വന്നത് ഇതാ AKB TVS എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ കാലിക്കറ്റ് കനകാല ബാങ്ക് സൈഡിലുള്ള ഷോറൂമിൽ നിന്നാണ്.